ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഈ അടുത്ത കാലത്ത് എത്ര പേർക്ക് പുതിയ ജോബ് ഓഫറുകൾ UK-ലും യൂറോപ്പിലും കാനഡയിലും ഓസ്ട്രേലിയയും US-ലും എല്ലാം കിട്ടിയിട്ടുണ്ട്, അയർലൻഡിലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് താഴത്തുനിന്ന് കമൻറ്റ് ചെയ്യണേ. ഏത് ഏജൻസി ത്രൂ ആണ് കിട്ടിയിരിക്കുന്നതും ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്തിട്ടാണ് കിട്ടിയിരിക്കുന്നതും കൂടി ഒന്ന് പറയണം കേട്ടോ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു വീഡിയോ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക. അതെ, കാലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തട്ടിപ്പിൻ്റെ പല സീസണുകളും അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഇടയിൽ തട്ടിപ്പ് പുരോഗമനത്തിൻ്റെ പാതയിൽ കൂടിയാണ്. ഇപ്പോൾ നമ്മൾ മാത്രം പുരോഗമിച്ചാൽ പോരല്ലോ, തട്ടിപ്പുകാരും പുരോഗമിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ സുഹൃത്തുക്കൾ ആരൊക്കെയോ, നിങ്ങൾക്ക് അറിയുന്നവർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലുള്ളവർ, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ UK-ലോ യൂറോപ്പിലോ കാനഡയിലോ ഓസ്ട്രേലിയ US-ലോ വർക്ക് വിസയിൽ പോകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. അതായത് കഴിഞ്ഞ ദിവസം 1-to-1 കൺസൾട്ടേഷൻ, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 1-to-1 കൺസൾട്ടേഷൻ പരിപാടി ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. പെയ്ഡാണ്, ഓക്കെ സംഭവം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ബിസിനസ് കൺസൾട്ടേഷനും സ്റ്റഡി അബ്രോഡ് കൺസൾട്ടേഷനും പല ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനുള്ള കൺസൾട്ടേഷൻസും എല്ലാം വരാറുണ്ട്. അപ്പോൾ ഈ അടുത്ത് ഒരു 2 കേസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്നലെ നമുക്കൊരു കൺസൾട്ടേഷൻ വന്നു. അവനൊരു ജോബ് ഓഫർ കിട്ടിയിരിക്കുന്നത് UK-യിൽ നിന്നാണ്. ഓക്കെ, UK-യിൽ നിന്ന് 3500 പൗണ്ടാണ് സാലറി കേട്ടോ, നല്ല സാലറി. അപ്പോൾ കമ്പനി എന്താ പറയുക, വിസയൊക്കെ അവർ ചെയ്തു കൊടുക്കും. നമ്മൾ പേ ചെയ്യേണ്ടത് IHS എമൗണ്ടാണ്. IHS എമൗണ്ട് പേ ചെയ്യണം, 1035. സ്വാഭാവികം, എല്ലാവരും വരുമ്പോൾ IHS എമൗണ്ടൊക്കെ നമുക്ക് പേ ചെയ്യാൻ പറ്റും, വളരെ സ്വാഭാവികം. ഓക്കെ, പിന്നെ അതിനുശേഷം ലിവിങ് എക്സ്പെൻസ് വേണേ. യെസ്, എല്ലാവരും തന്നെ ചില കമ്പനീസ് മെയിൻ്റനൻസ് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ലിവിങ് എക്സ്പെൻസ് കാണിക്കണം എന്ന് പറയും. യെസ്, അങ്ങനെ ഈ ഒരു സുഹൃത്തിന് ലിവിങ് എക്സ്പെൻസ് കാണിക്കാനുള്ള ഫണ്ട് റെഡിയാക്കി വെക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഇവൻ എന്നെ കോൺടാക്റ്റ് ചെയ്തു. ഇതിനൊന്നും അവന് വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കാരണം കമ്പനി മാറുന്ന പുരോഗമിച്ചിട്ടുള്ള തട്ടിപ്പുകളെ കുറിച്ച് ഒരു പക്ഷേ പുള്ളി ഷിപ്പിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അധികം സോഷ്യൽ മീഡിയ പരിപാടികളൊന്നും അധികം കാണാത്തതുകൊണ്ട്, അത് ആ പുള്ളിയുടെ മാത്രമല്ല ഒരുപാട് പേരുണ്ട് കേട്ടോ. എല്ലാ തട്ടിപ്പുകളെ കുറിച്ച് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും നമ്മുടെ ഒരു അടുത്തൊരു സുഹൃത്ത്, ഇല്ലെങ്കിൽ അടുത്തൊരു റിലേറ്റീവ് ത്രൂ, ഇല്ലെങ്കിൽ അടുത്തൊരു ഫ്രണ്ട്, ഇല്ലെങ്കിൽ അവരുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്, ഇല്ലെങ്കിൽ മാമൻ മച്ചൻ, ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് ഒരു ജോലി അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് തരപ്പെടുത്തുമ്പോൾ നിങ്ങൾ വിശ്വസിക്കാതെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? വിശ്വസിക്കാം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിൽ വയ്ക്കുക. ഓക്കെ, പുരോഗമിക്കുന്ന തട്ടിപ്പുകൾ ഭയങ്കര കണ്ണിങ് പ്ലാനിങ്ങിലാണ്, മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ ഇവൻ്റെ കേസിൽ ഇവൻ ആക്ച്വലി ഓഫർ ലെറ്റർ കിട്ടിയത് ഷെഫായിട്ട് UK-യിൽ നിന്ന്. അപ്പോൾ ഇവന് ഒരു ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് ഈ ഒരു ജോബ് ഓഫർ കിട്ടുന്നത്. കാരണം ഇൻസ്റ്റഗ്രാമിൽ കുറച്ചധികം വർഷങ്ങളോ മാസങ്ങളോ ആയിട്ട് നല്ല രീതിയിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു എന്നൊരാളിൻ്റെ ഒരു പ്രൊഫൈൽ കണ്ട് അവൻ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ റിക്വസ്റ്റ് പണ്ട് കാണും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിക്വസ്റ്റിലൂടെയാണ് ജോബ് കിട്ടുന്നത്. നോക്കുമ്പോൾ വളരെ ജെന്യുവിൻ പ്രൊഫൈൽ, അപ്പോൾ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഇവൻ ഫോളോ ചെയ്യുന്ന പലരും പുള്ളിയും ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മ്യൂച്വൽ ഫ്രണ്ട്സൊക്കെയാണ് ഉള്ളത്. സോ വിശ്വസിക്കാത്ത ആവശ്യമില്ലല്ലോ. ഓഫർ കിട്ടി, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, IHS പേ ചെയ്യണം, മറ്റുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ട്രാപ്പാണ്. അതായത് നിങ്ങളെ ഇപ്പോൾ ഒരാളെ പറ്റിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാളെ ടാർഗറ്റ് ചെയ്ത് അയാളെ പഠിച്ച് മനസ്സിലാക്കി. ഈ ഒരു ഇൻസ്റ്റഗ്രാമിന് എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ആ ഒരു തട്ടിപ്പുകാരന് വെറും ഒരു 5000 അത്രയ്ക്കല്ലുള്ള ചിലവുണ്ടാവുള്ളൂ. ഏതെങ്കിലും ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ മേടിക്കുന്നു, അധികം ഫോളോവേഴ്സിൻ്റെ പ്രൊഫൈൽ വേണ്ട, ഇല്ലെങ്കിൽ അതൊക്കെ ഫേക്ക് ഫോളോവേഴ്സൊക്കെ എത്തിയാൽ മതി. ഓക്കെ, പിന്നെ അതിനുശേഷം ഷെഫ് ആകുമ്പോൾ പിന്നെ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും. ഷെഫിൻ്റെ കേസ് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ എഞ്ചിനീയർ ആവട്ടെ, ഇനിയിപ്പോൾ ഡോക്ടർ ആവട്ടെ, നിങ്ങൾ ഇനിയിപ്പോൾ ഏത് പ്രൊഫഷൻ ആവട്ടെ, എല്ലാ മേഖലയിലും നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി, നിങ്ങളെ കുറച്ച് നാളുകൾ പഠിച്ച് മനസ്സിലാക്കി നിങ്ങളെ ഇങ്ങനെ വലയിട്ട് പിടിക്കുന്ന, ഫിഷിങ്ങിലൂടെ പിടിക്കുന്ന ബിരുദന്മാർ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പഴയ തട്ടിപ്പുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് വിസ ഉണ്ട് എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നതൊക്കെ ഇപ്പോൾ കുറഞ്ഞു. കാരണം ഞങ്ങളെപ്പോലുള്ള കുറേ എണ്ണം ഇറങ്ങിയപ്പോൾ ഇതൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ കുറേ ആൾക്കാർക്ക് ബോധം വെച്ചപ്പോൾ അവർ പൈസ കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള ഏത് വിസയാന്ന് പറഞ്ഞാൽ പോലും തലയിൽ കിട്ടുന്നില്ല. അപ്പോൾ ഇവൻ ഇതേപോലെ തന്നെ പഠിച്ച് ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലും അതേപോലെ തന്നെ നോക്കിയപ്പോൾ ഇവൻ ഒരു ഓഫർ ലെറ്റർ കൊടുത്തു. ഓഫർ ലെറ്റർ നോക്കിയപ്പോൾ കമ്പനി ഉണ്ട്, വെബ്സൈറ്റിൽ കമ്പനിക്ക് ലൊക്കേഷൻ ഉണ്ട്, ആക്റ്റീവാണ്. അപ്പോൾ ഈ സെയിം കമ്പനി റിയൽ കമ്പനി ഉണ്ടല്ലോ,
ഓക്കെ. അപ്പോൾ ഇവർ നമ്മൾ നോക്കുമ്പോൾ റിയൽ കമ്പനിയിലായിരിക്കും നോക്കുന്നത്. പക്ഷേ ഇവർ കൊടുത്തിരിക്കുന്ന ഒരു വെബ്സൈറ്റ് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പൂഫ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ആയിരിക്കും. 5000 രൂപ ഉണ്ടെങ്കിൽ ഏത് വെബ്സൈറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് അതേ കോപ്പി പേസ്റ്റ് ഡിറ്റോ സാധനം തരാം. അതിൻ്റെ അഡ്രസ്സോ പരിപാടികൾ എന്ത് വേണമെങ്കിലും തരാം. ഓഫർ ലെറ്ററോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലെറ്റർ പാഡിൽ വേണോ എല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്ത് ആശാന് IHS പേയ്മെൻറ്റ് അടയ്ക്കണമെന്ന് പറഞ്ഞു. എങ്ങനെ അടയ്ക്കണമെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് IHS പേയ്മെൻറ്റ് നമ്മളുടെ അക്കൗണ്ടിലാണ് അടയ്ക്കേണ്ടത്. നമ്മളാണ് കീപ്പ് ചെയ്യേണ്ടത്. ഇവന്മാർ പറഞ്ഞ് അവരുടെ അക്കൗണ്ടിലേക്ക് അവർ പറയുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഓക്കെ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ടോപ്പ് മേറ്റിൽ ബുക്ക് ചെയ്ത് ഒരു ക്ലാരിറ്റി വരുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു പോകരുത്, 1000 പൗണ്ട് പോയി, ഇത് പോയി. നിങ്ങൾക്ക് പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു, അത് പോയി, ഇത് മാത്രമേ ഉള്ളൂ, അത് പോട്ടെ എന്നുള്ള ഇതിൽ. ഓക്കെ. ഈ ഒരു കേസ് പിന്നെ കഴിഞ്ഞപ്പോൾ നാട്ടിലാണോ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് പേര് എന്നെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് നേരിട്ട് കാണാൻ വന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സുഹൃത്തിൻ്റെ സുഹൃത്ത്, അവർ പണിയെടുക്കുന്ന സ്ഥലത്ത് പണ്ട് പണിയെടുത്ത ആളുകളുടെ സുഹൃത്തിൻ്റെ സുഹൃത്ത് ത്രൂവും UK ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കമ്പനിക്ക് ഒരു ജോബ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കമ്പനി. അപ്പോൾ അവരെന്നെ കാണാൻ വന്നു. ഓക്കെ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓക്കെ, നല്ല അത്യാവശ്യം ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൊരു ഫീൽഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവനെ കോൾ ചെയ്തു. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് സംസാരിച്ചു. അതായത് വിസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവനെ വിളിച്ച് സംസാരിച്ചു. GPS വിസ ഉണ്ട്, ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ 10-25 പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. 25 പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും പൈസ മേടിക്കാം. വലിയ പൈസയൊന്നുമില്ല, ചെറിയൊരു പൈസ, ഒരു 10-2.5 3.5 അങ്ങനെയൊക്കെ പൈസ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, വലിയ ചെറിയ പൈസയാണല്ലോ. പോയാൽ പോവില്ല, എത്രയും പൈസയ്ക്ക് തട്ടിക്കില്ല എന്നൊക്കെ വിചാരം. പക്ഷേ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് നിങ്ങളുടെ കമ്പനി രജിസ്റ്റേർഡ് ആണ് ചോദിച്ചു. യെസ്, കമ്പനി രജിസ്റ്റേർഡ് ആണ്. കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു തന്നു. ഓക്കെ, കമ്പനി ഹൗസിൽ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് വെറും 50 പൗണ്ട്, അതായത് 5000 രൂപ അത്രയേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ വെബ്സൈറ്റ് നോക്കി, വെബ്സൈറ്റ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം നോക്കി, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. പക്ഷേ ഈ പയ്യന്മാരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന സ്പോൺസർഷിപ്പ് കൊടുക്കാമെന്നാണ് പറയുക. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞു ഉണ്ട് എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പ്രൂഫ് അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്, അയക്കാമെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ മുങ്ങി കണ്ടില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാലോ നിങ്ങൾക്ക് UK ഏത് ജോബ് ഓഫർ വന്നു കഴിഞ്ഞാൽ UK വെബ്സൈറ്റിനകത്ത് സർട്ടിഫൈഡ് എംപ്ലോയർ ലിസ്റ്റ്, അതായത് UK ഗവൺമെൻറ് ഇവിടെ ആർക്കൊക്കെ സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ നിങ്ങൾ സ്പോൺസർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ടോ അവരുടെയൊക്കെ ഒരു പേര് ഒരു ലിസ്റ്റിലിടും. ഞാൻ ഇവൻ്റെ കമ്പനി തലങ്ങം വരെ കുത്തിയിരുന്നിട്ടും കമ്പനി പേര് കാണാനില്ല. അതുമാത്രമല്ല വേറെയും കുറേ വെബ്സൈറ്റ്സ് ഉണ്ട് നമുക്ക്, തേർഡ് പാർട്ടി വെബ്സൈറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത് നോക്കിയപ്പോഴൊന്നും ആ കമ്പനിക്ക് സ്പോൺസർഷിപ്പ് ലൈസൻസ് കിട്ടിയിട്ടേ ഇല്ല, കൊടുത്തിട്ടില്ല. അതിനകത്തേക്ക് 2024 സെപ്റ്റംബർ തുടങ്ങിയ കമ്പനിയാണ്. കിട്ടുമോ നമ്മുടെ അടുത്ത് പൊട്ടത്തരം. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, ആ പൈസ പോയില്ല, ഇത് കൊടുക്കരുത്, പൈസ ഒരിക്കലും കൊടുക്കാൻ നിൽക്കണം. അവൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പൈസ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ തട്ടിപ്പ് പുതിയ ഒരു രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. നിങ്ങളെ പഠിച്ചിട്ടാണ് ഇപ്പോൾ തട്ടിപ്പിനിറങ്ങുന്നത്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, ഒരു 5000 10,000 അല്ലെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, കേസും കൊടുക്കാൻ പോകുന്നില്ല. പോലീസ് സ്റ്റേഷൻ പോയി ചിലപ്പോൾ പോലീസ് കേസ് പോലും എടുക്കില്ല. കാരണം പോലീസ് നോർക്ക റൂട്ട്സ് പോലുള്ള, നോർക്ക പോലീസ് സ്റ്റേഷൻ പോലുള്ള പല പരിപാടികൾ കൊണ്ടുവരുന്നത് ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പൈസ കൊടുക്കുന്നതിന് മുമ്പ് നോർക്കയിലോ പോലീസ് സ്റ്റേഷനിലോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വേണം പൈസ കൊടുക്കാനായിട്ട്. കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ കേസ് എടുക്കില്ല. സ്വാഭാവികം, അവന്മാരെ വിട്ടു കാര്യമില്ല അതിനകത്ത്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കുറേ ആൾക്കാരുടെ റിക്വസ്റ്റ് മാനിച്ചിട്ട് നമ്മൾ ടോപ്പ് മേറ്റിനകത്ത് ഇപ്പോൾ മറ്റേ പയ്യൻ വളരെ മറ്റ് കൺസൾട്ടേഷൻ്റെ ഫെസിലിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്ത് അത് വെരിഫൈ ചെയ്തത്. ആ ഒരു വിസ ഇല്ലെങ്കിൽ ആ ഒരു മറ്റേ സർട്ടിഫിക്കറ്റ് ജെന്യൂനാണോ, ഈ കേസ് ജെന്യൂനാണോ എന്ന് ചെക്ക് ചെയ്ത്. അപ്പോൾ ടോപ്പ് മേറ്റിൽ അവൻ 5 ലക്ഷം കളയുന്നതവിടെ വെറും ഒരു 2,000 രൂപ കളഞ്ഞിട്ടാണ് പരിപാടി സെറ്റ് ചെയ്തത്. അപ്പോൾ പലരും ഈ ഒരു കാര്യം നമ്മളടുത്ത് ക്ലോസ് ചെക്ക് ചെയ്യാനായിട്ട് പല ദൂരത്തുനിന്ന്, ഞാനിപ്പോൾ നാട്ടിലാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരേണ്ട ആവശ്യമില്ല. ടോപ്പ് മേറ്റിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. വണ്ടിക്കൂലി പോലും ആവില്ല ബുക്ക് ചെയ്ത് സംസാരിക്കുന്നതിന്. നിങ്ങൾ അവിടെ നിന്ന് ദൂരത്തുനിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നതിന്. ഓക്കെ, നിങ്ങൾ ലക്ഷങ്ങൾ 5, 10, 15, 20 ലക്ഷം രൂപ വല്ലവർക്കും കൊണ്ടു കൊടുക്കുന്നതിന് മുമ്പ് അതൊന്ന് വെരിഫൈ ചെയ്യാനുള്ള ബുദ്ധി നമ്മൾ കാണിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിന് ഇപ്പോൾ എൻ്റെ കൺസൾട്ടേഷൻസ് ആവശ്യമുള്ളവർ എടുത്താൽ മതി. റിക്വസ്റ്റ് ഒരാളെടുത്ത് ഞാൻ നിർബന്ധിക്കുന്നില്ല, ആവശ്യമുള്ളവർ മാത്രം എടുക്കുക. കാരണം വെച്ചാൽ ഇപ്പം ഞാൻ നാട്ടിലായതുകൊണ്ട് കുറേ തിരക്കുകളും പരിപാടികളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഫുൾ ടൈം ഇരുന്ന് നിങ്ങൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുമ്പോഴും വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴും
കോൾ ചെയ്യുമ്പോഴൊന്നും എടുക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യം. സോ ഗൈസ്, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ കാലത്തെ തട്ടിപ്പിലേക്ക് വീഴുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിക്കുക. കാണാം, ബൈ.